നമസ്കാരം. പ്രമുഖ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ കേസ് കോടതി തള്ളി. കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് നൽകിയ ഹർജി വളരെ നീളമുള്ളതും നിസ്സാരവുമാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഡൊണാൾഡ് ട്രംപിന് വീണ്ടും കേസ് കൊടുക്കാനായി 28 ദിവസത്തെ സമയം കോടതി അനുവദിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ട്രംപ് വീണ്ടും കോടതി സമീപിക്കുമോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഏതാണ്ട് 80ഓളം പേജുകളാണ് ട്രംപ് സമർപ്പിച്ച ഹർജിയിലുണ്ടായിരുന്നത്. ഭാവിയിൽ വീണ്ടും കേസുമായി വരികയാണെങ്കിൽ അത് 40 പേജായി ചുരുക്കണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി രൂക്ഷമായ വിമർശനമാണ് ട്രംപിന് നേരെ നടത്തിയത്. ട്രംപ് ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞാൽ മതിയെന്നും അതിന് ഇത്രയും പേജുകൾ വായിച്ചു തള്ളേണ്ട ആവശ്യം കോടതിക്ക് എന്തിനാണ് ഉള്ളത് എന്നുമാണ് ജഡ്ജി ചോദിച്ചത്. മാത്രമല്ല, ആരുടെ പേരിലാണോ കേസ് കൊടുക്കുന്നത് അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി എന്നും ആരെങ്കിലും അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ ഹർജിയിൽ നടത്താൻ പാടില്ല എന്നും ട്രംപിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഹർജിയുടെ ഉള്ളടക്കം നമുക്ക് അറിയില്ല എങ്കിൽ പോലും ട്രംപ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തൻ്റെ അഭിഭാഷകരോട് ഒരുപാട് വിമർശനങ്ങൾ അതിലുന്നയിക്കാൻ പറഞ്ഞു കാണുമെന്നും അവർ അതേപടി അത് കൊടുത്തു കാണും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് കോടതി ഈ ഒരു ചെറിയ കാര്യത്തിന് ഇത്രയും പേജുകളുള്ള ഹർജി തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപ് 2ാം തവണ പ്രസിഡന്റ് ആയതിനു ശേഷം ഇപ്പോൾ നിരന്തരമായി അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെ ഇത്തരത്തിൽ കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വാൾ സ്ട്രീറ്റ് ജേണലിനെതിരെയും അദ്ദേഹം കേസ് നൽകിയിരുന്നു. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായിരുന്ന ജയിലിൽ മരിച്ച എപ്സ്റ്റീനുമായി ട്രംപിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതിനാണ് വാൾ സ്ട്രീറ്റ് ജേണലിനെതിരെ ട്രംപ് പരാതി നൽകിയത്. കൂടാതെ നിരവധി മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ ട്രംപ് നിരന്തരമായി കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് 2ാം തവണ പ്രസിഡന്റായതിനു ശേഷം പലപ്പോഴും വാർത്താ സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് നേരെ വല്ലാതെ ക്ഷുഭിതനാവുന്ന പതിവുണ്ട്. കൂടാതെ ചില പ്രമുഖ മാധ്യമങ്ങൾ ഇനി മുതൽ വൈറ്റ് ഹൗസിൽ പ്രവേശിക്കേണ്ടതില്ല എന്ന് നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു. ഇതുപോലെ മാധ്യമങ്ങളുമായുള്ള ട്രംപിൻ്റെ ബന്ധം നിരന്തരമായി ഇപ്പോൾ വഷളായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. പലപ്പോഴും ട്രംപിനെതിരായ വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ നിരന്തരമായി കേസുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ന്യൂയോർക്ക് ടൈംസിനെതിരായ ഈ കേസിൽ കോടതിയിൽ നിന്ന് ഉള്ള ഈ ഒരു തിരിച്ചടി ട്രംപിന് വലിയൊരു അപമാനമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഹർജി നൽകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ മാന്യമായ ഭാഷയിൽ ആവശ്യമായ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം പറയാൻ എന്നാണ് ഇപ്പോൾ ഈ കേസിൽ കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ഇത് ട്രംപിനേറ്റ വലിയൊരു തിരിച്ചടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം അമേരിക്കൻ പ്രസിഡന്റിനും നിയമത്തിന് മുന്നിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ഹൈഡ് പാർക്കിലും മറ്റും ചെന്ന് നിന്നുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പോലെ ഒരിക്കലും കോടതിയിൽ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം നിങ്ങൾക്ക് നടത്താൻ കഴിയുകയില്ല എന്നും കോടതി ട്രംപിനെ ഓർമ്മിപ്പിച്ചു. ഇത് മിക്കവാറും ഈ ഹർജിയിലെ ഭാഷയെക്കുറിച്ച് തന്നെ ആയിരിക്കാം കോടതി ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ന്യൂയോർക്ക് ടൈംസും വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങൾ നിയമം അനുസരിക്കുന്നവരാണെന്ന് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്നാണ് തങ്ങളുടെ നിലപാട് എന്നുമാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ വക്താവ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്.